കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. യേശുവിൽ പ്രിയം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണ്. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. പ്രിയ നിറഞ്ഞവരെ, തിരുവചനമാകുന്ന സത്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ജീവിതമാണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ ജീവിതം. ഇങ്ങനെ അലങ്കരിക്കപ്പെട്ട ജീവിതത്തിൽ ഒരു തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾക്കും ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും എല്ലാം തന്നെ വചനമാകുന്ന സത്യം കൊണ്ട് അലങ്കരിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവീക ചൈതന്യത്തിൻ്റെ ഒരു സുരക്ഷിത വലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഒരു ആഴമേറിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഈ വചനഭാഗം നമ്മെ സഹായിക്കട്ടെ. തിരുവചനത്തിൻ്റെ സത്യമാകുന്ന തിരുവചനമാകുന്ന സത്യം കൊണ്ട് ഞാൻ എന്നെ അലങ്കരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലും എന്നിലും എൻ്റെ സമൂഹത്തിലും അതൊരു ദൈവീക ചൈതന്യത്തിൻ്റെ സുരക്ഷിത വലയം സൃഷ്ടിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അതുവഴി തിന്മയുടെ ബാഹ്യമായ ഒരു ശക്തികൾക്കും എന്നിലേക്കോ എൻ്റെ കുടുംബത്തിലേക്കോ ഞാനായിരിക്കുന്ന ഇടങ്ങളിലേക്കോ പ്രവേശിക്കാൻ സാധിക്കില്ല. അത്രയും വലിയൊരു സംരക്ഷണമാണ് പ്രിയം നിറഞ്ഞവരെ ഈ തിരുവചനത്തിൻ്റെ ശക്തി. അതൊരു കോട്ടയാണ്, ശക്തിയാണ്. നമ്മുടെ ജീവിതത്തെ വചനം കൊണ്ട് നിറയ്ക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തിയും കോട്ടയുമായി, നമുക്ക് മാത്രമല്ല പ്രിയം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബത്തിലും അത് വലിയ ശക്തിയും കോട്ടയുമായി മാറുന്നു. അപ്പോൾ ഞാൻ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഞാൻ മാത്രമല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്, അത് എൻ്റെ കുടുംബവും കൂടി തിരുവചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങളായി എൻ്റെ കുടുംബം മാറുകയാണ്, പരിണമിക്കുകയാണ്. അങ്ങനെ എൻ്റെ കുടുംബവും തിരുവചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയെല്ലാം തന്നെ ഈ തിരുവചനത്തിൻ്റെ ആ ശക്തിയും പ്രകാശവും ഒക്കെ അവരിലേക്കെല്ലാം ഒഴുകാൻ തുടങ്ങും. ആ ഒഴുകുന്ന ആ പ്രകാശവും ശക്തിയും തിരുവചനത്തിൻ്റെ ശക്തമായ ഒരു കോട്ടയും വലിയൊരു ശക്തി നമ്മുടെ സമൂഹത്തിൽ തന്നെ സൃഷ്ടിക്കാൻ, അങ്ങനെ തിരുവചനം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട് തിരുവചനമാകുന്ന സത്യം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമായി നമ്മുടെ ഈ ഭൂമിയിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഏറ്റവും ശക്തിമത്തായ തിന്മയ്ക്കെതിരെ, ആ തിന്മയുടെ ആധിപത്യങ്ങൾക്കെതിരെ, അവയുടെ എല്ലാ പ്രഭാവങ്ങൾക്കെതിരെ പടപൊരുതുന്ന, ശക്തിയോടെ പടപൊരുതുന്ന ആ വിശ്വാസമാകുന്ന പരിചയെടുത്ത് ആത്മാവിൻ്റെ വാളാകുന്ന വചനമെടുത്ത് പടപൊരുന്ന മക്കളായി നമുക്ക് മാറാം. ദിവികാരൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവികാരൻ ഈശോ നാഥ, അങ്ങ് വചനമാകുന്ന അങ്ങേ ഞാൻ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വചനമാകുന്ന സത്യത്തെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അലങ്കരിച്ച് വചനത്തിൻ്റെ ശക്തിയും അതിൻ്റെ ചൈതന്യത്തിൻ്റെ സുരക്ഷിത വലയത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് തിന്മയുടെ പ്രാഭവങ്ങൾക്കെതിരെ, സാത്താൻ്റെ ആധിപത്യങ്ങൾക്കെതിരെ പടപൊരുതി ജീവിതത്തെ മുന്നോട്ട് നയിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്ന മക്കളായി ഞങ്ങളേവരെയും അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. നിന്നെ സ്തുതിക്കാൻ ഞാനുണരുമ്പോൾ എന്നെ കാക്കുന്ന സ്നേഹമേ യേശുവേ, നിന്നെ വണങ്ങാൻ ഞാനണയുമ്പോൾ മാറോടു ചേർക്കുന്ന സ്നേഹമേ, നിന്നെ സ്തുതിക്കാൻ ഞാനുണരുമ്പോൾ എന്നെ കാക്കുന്ന സ്നേഹമേ യേശുവേ, നിന്നെ വണങ്ങാൻ ഞാനണയുമ്പോൾ മാറോടു ചേർക്കുന്ന സ്നേഹമേ, നിന്നെ സ്വീകരിക്കാനണയുമ്പോൾ ജീവനായി തീരുന്ന സ്നേഹമേ, സർവം ദാനമായി നൽകുന്ന ദൈവമേ, സർവം ദാനമായി നൽകുന്ന ദൈവമേ.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.